ഹലോ, ഇന്ന് നമ്മളെ ചെയ്യാൻ പോകുന്നത് മൂലക്കുരുവിൻ്റെ വേറൊരു മരുന്നാണ്. അതായത് ചെറിയ ഉള്ളി ആണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ ചെറിയ ഉള്ളി ഇതുപോലെ ഒരു 3 ചെറിയ ഉള്ളി എടുത്തിട്ട് ചതച്ച് വെക്കണം. എന്നിട്ട് അതൊരു ചെറിയ തവിയിലേക്ക് എടുത്ത് അതിനകത്തേക്ക് കുറച്ച് നെയ്യ്, സ്പൂൺ നെയ്യ് എന്നാണ് ചെയ്തിട്ട് ഡെയിലി ചെയ്തിട്ട് അറിയാവുന്നത് കാരണം ഇങ്ങനെ എടുത്തതാണ്. എന്നിട്ട് അത് നമ്മുടെ സ്റ്റൗ കത്തിച്ച് അതിൻ്റെ മുകളിലിങ്ങനെ കാണിച്ച് ആ ചെറിയ ഉള്ളിനെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. കരിഞ്ഞൊന്നും പോരുത്, നന്നായിട്ട് വാടി വരാനേ പാടുള്ളൂ. കുറച്ച് നേരം വെച്ച് കഴിഞ്ഞ ശേഷം നമുക്ക് അറിയാൻ പറ്റും, നമ്മുടെ നെയ്യ് തന്നെ ഉരുകി വരും. അതുപോലെ തന്നെ ആ ചെറിയ ഉള്ളി നെയ്യിലൊന്ന് മിക്സായിട്ട് നന്നായിട്ടൊന്ന് വഴന്ന് വരും. നമുക്കതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമ്മളിതിൽ ചേർക്കുന്ന ഒരു മരുന്നുണ്ട്. ആ മരുന്ന് ആവശ്യമുള്ള ആൾക്കാർ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ മരുന്ന് തന്ന വൈദ്യരുടെ നമ്പർ ഞങ്ങൾ തരാം കേട്ടോ. ഇത് നമ്മുടെ നെയ്യ് ചൂടായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ആ ഉള്ളിക്കും ചെറിയൊരു സ്മെല്ലൊക്കെ മാറുന്നുണ്ട്. നെയ്യിൽ ചെറിയ ഉള്ളി വാട്ടുമ്പോൾ നല്ല മണമാണ് കേട്ടോ. അത് ചിലപ്പോൾ കഴിക്കാനൊക്കെ തോന്നും. ഓക്കെ, പിന്നെ തീയിൽ അധികം മുട്ടിക്കരുത്, കാരണം അപ്പം തന്നെ കരിഞ്ഞു പോകും. അതുകൊണ്ട് തീയിൽ ഇങ്ങനെ മുകളിൽ ജസ്റ്റ് ചൂട് കിട്ടുന്ന രീതിയിൽ പൊക്കി വെച്ചാൽ മാത്രം മതി. ഇപ്പോൾ നന്നായിട്ടൊന്ന് വഴന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഇട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒരു ചെറിയ സ്പൂൺ ഉപയോഗിച്ചിട്ട് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി, കാരണം അത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അടിയുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുന്നു. ഇപ്പോൾ ആ ഉള്ളി ഒന്ന് അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട്. പക്ഷെ മൊത്തത്തിൽ കരിഞ്ഞു പോവാതെ എല്ലാവരും ശ്രദ്ധിക്കണം, കാരണം വാടാൻ മാത്രമേ പാടുള്ളൂ, കരിയരുത്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം, കാരണം അത്യാവശ്യം നമ്മുടെ ഇതിപ്പം ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി ഞാനിതൊരു ഫാനിൻ്റെ ചോട്ടിൽ ഒന്ന് ചൂടാറാൻ വേണ്ടി വെക്കുകയാണേ. നമുക്ക് ചൂടാറിയിട്ട് വേണം ഇതിനകത്ത് അടുത്തൊരു സാധനം ചേർക്കാൻ വേണ്ടിയിട്ട്. ചൂട് ആറിക്കഴിയുമ്പോൾ ഞാൻ ചേർക്കുന്നൊരു സാധനമുണ്ട്. അത് എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ ചേർത്തിരിക്കുന്നതെന്ന് എനിക്കും അറിയാൻ പാടില്ല. കണ്ടോ, ഇതാണ് സാധനം. ഈ പാക്കറ്റിലാണ് ആ സാധനം. ഇത് നമ്മുടെ 3 വിരലുകൾ ചേർത്ത് ഒരു നുള്ളു പോലെ, ഇങ്ങനെ നമ്മളൊരു പിഞ്ച് പോലെ ഇങ്ങനെ എടുക്കില്ലേ, അങ്ങനെയാണ് ഇതിൻ്റെ അളവ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഈ മരുന്ന് തന്നേക്കുന്ന ഇത് വയനാട്ടിലുള്ള ഒരു വൈദ്യരാണ്. ആ വൈദ്യർ മൂലക്കുരുവിൻ്റെ മരുന്ന് നമ്മൾ തന്നതാണ്. പുള്ളി പറഞ്ഞ പ്രകാരമാണ് ഇപ്പോൾ ചെറിയുള്ളിയും നെയ്യും ചേർത്തിട്ട് ഈ സാധനം ഉണ്ടാക്കിയേക്കുന്നത്. ആ ഒരു 3 വിരലിൽ കൊള്ളുന്ന രീതിയിൽ ഒരു നുള്ളു എടുത്ത് അതിനകത്ത് നമ്മൾ ഈ ചെറിയുള്ളി നെയ്യും കൂടി ചൂടാക്കിയത് ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഈ ഐറ്റം കഴിക്കേണ്ടതെന്ന് വെച്ചാൽ രാവിലെ വെറും വയറ്റിലും അതുപോലെ രാത്രി കിടക്കുന്നതിന് മുമ്പാണ് കഴിക്കേണ്ടത്. അവർ പറയുന്ന പ്രകാരമാണെങ്കിൽ 2 ആഴ്ച കഴിക്കണം. മൂലക്കുരു നന്നായിട്ട് മാറും. നല്ല ശമനം ഉണ്ടായിട്ടുണ്ട് ഇവിടെ ഒരാൾക്ക്.